പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രൂശ് പരസ്യമായിരുന്നു, രക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് യെരുശലേമിന് പുറത്ത് ഗൊൽഗോത്തയിൽ ദൈവപുത്രൻ ഉയർത്തപ്പെട്ടു. അത് രഹസ്യമായിട്ടായിരുന്നില്ല, മറിച്ച് ലോകത്തിൻ്റെ കൺമുൻപിലായിരുന്നു. ക്രൂശ് ഒരു രാജ്യത്തിനോ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിനോ മാത്രമായിരുന്നില്ല. അത് മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നിത്യമായ യാഗമായിരുന്നു. ക്രൂശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് നിലവിളിച്ച അതേ രക്ഷകൻ തന്നെയാണ് ഒരിക്കൽ യാക്കോബിൻ്റെ കിണറ്റിനരികെ ഇരുന്ന് ദാഹം തീർക്കുന്ന വെള്ളം വാഗ്ദാനം ചെയ്തത്. കാൽവരിയും ആ കിണറും ഒരേ സത്യമാണ് വിളിച്ചു പറയുന്നത്. രക്ഷ മറച്ചുവയ്ക്കപ്പെട്ടതോ പരിമിതപ്പെടുത്തിയതോ ആർക്കെങ്കിലും മാത്രമായി മാറ്റിവെച്ചതോ അല്ല, മറിച്ച് അത് വരികയും പാനം ചെയ്യുകയും ചെയ്യുന്ന ഏവർക്കും സൗജന്യമായി നൽകപ്പെടുന്ന ഒന്നാണ്. പരാജയമെന്ന് തോന്നിയത് ഏറ്റവും വലിയ വിജയമായി മാറി. അപമാനമെന്ന് തോന്നിയത് നിത്യമഹത്വമായി മാറി. ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തു ഇന്നും ജീവനുള്ള സുവിശേഷമായി നിലകൊള്ളുന്നു. ലോകം യേശുവിനെക്കുറിച്ച് ഏറെ കേട്ടിട്ടുണ്ട്. എന്നാൽ കേൾക്കുക എന്നതും കീഴടങ്ങുക എന്നതും ഒന്നല്ല. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ദുരന്തം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയല്ല, മറിച്ച് അവനോടുള്ള എതിർപ്പാണ്. സുവിശേഷം ഭൂമിയുടെ ഏതാണ്ട് എല്ലാ കോണുകളിലും എത്തിക്കഴിഞ്ഞു. ദൈവം സംസാരിച്ചോ എന്നതല്ല ഇനി ചോദ്യം, മറിച്ച് മനുഷ്യവർഗം അത് കേൾക്കുമോ എന്നതാണ്. തിരുവചനങ്ങൾ യോഹന്നാൻ 12:32, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. 1 യോഹന്നാൻ 2:2, അവൻ സർവ്വലോകത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമാകുന്നു. റോമർ 5:8, നമ്മളോ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ കൃപാലുവായ പിതാവേ, യുദ്ധത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന ക്രൂശിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിരുകളില്ലാത്ത ഈ രക്ഷയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ കൃപയെ എതിർക്കുന്ന ഹൃദയങ്ങളുടെ കടുപ്പത്തെ അങ്ങ് തകർക്കണമേ. രാഷ്ട്രങ്ങളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കണമേ. സുവിശേഷം വെറും അറിവായിരിക്കാതെ അനുസരണമായി മാറട്ടെ. അങ്ങയുടെ വീണ്ടെടുക്കുന്ന സ്നേഹത്തിനായി ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമേ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിൻ്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ആമേൻ.